ട്രെയിലർ കണ്ടില്ലേ? കണ്ടു. ട്രെയിലറിനകത്ത് ഫോറൊന്നും പക്ഷേ ഓരോ വിഷയങ്ങൾ. വേണ്ട 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 വേണ്ട. ആട് 1ഉം 2ഉം വേറൊരു പടം, ആട് 3ഉം 4ഉം വേറെ പടം. അതിന്റെ പാർട്ട് 1 ആണ് ഈ വരുന്നത്. വെരി ഗുഡ്. വെരി കൂടുന്ന എന്നോടാ, വെരി കൂടുന്ന എന്നോടാ. ഡ്യൂഡിന്റെ വാക്കിംഗ് സ്റ്റൈൽ തന്നെ വേറെ. എവിടെയെങ്കിലും കേട്ടോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ സ്റ്റൈൽ ഇതിനു മുമ്പ്? ഇല്ല, അത് വേറിട്ട് നിൽക്കുകയാണല്ലോ, അതാ ചോദിച്ചത്. പുടിൻ എന്ന് പറഞ്ഞൊരു പ്രസിഡന്റ് ഉണ്ട് റഷ്യയില്. അറിയാം. ആ പുള്ളിനെ കണ്ടാ അറിയാൻ പറ്റും വിനായകനെ എവിടെ നിന്നാണ് ഇത് അടിച്ചു മാറ്റിയത്. കഞ്ചാവ് സോമന്റെ ക്യാരക്ടർ ഈ ഒരു സിനിമയിൽ എങ്ങനെ ഇൻവോൾവ് ചെയ്തു? അയാൾ കഞ്ചാവ് വലിക്കുന്നുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ നദന്യാഹു നടക്കുന്ന നടന്നതിനകത്ത് അതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കോമ്പിനേഷൻ സിനിമയിൽ നന്നായിട്ട് പോയിട്ടുണ്ട്, ഞങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ലല്ല ഞാൻ പറഞ്ഞത്, പിന്നെ ഒരു സീനൊക്കെ കൊണ്ടുവന്നാൽ തന്നെ അദ്ദേഹം അത് നോക്കിയിട്ട് ഞങ്ങളെ 3 പേരെ വിളിച്ചിട്ട് ഇങ്ങനെ നോക്കല്ലേ, പടം മൊത്തം മണ്ടന്മാരുടെ ഒരു മനുഷ്യനില്ല. യഥാർത്ഥത്തിൽ ഞാൻ മാർഷൽ ആർട്സിലായിരുന്നല്ലോ, കരാട്ടെ ആയിരുന്നു ഞാൻ. അതറിയില്ല, അവസാനം ബെൽറ്റ് പൊട്ടിപ്പോയി, വൈറ്റ് ബെൽറ്റ് എത്തുന്നില്ല. ബെൽറ്റ് പിന്നെ 2 കിട്ടേണ്ടത്. അപ്പൊ 2 ബ്ലാക്ക് ബെൽറ്റ് ഒരുമിച്ച് കിട്ടിയത്. ഡബിൾ ബ്ലാക്ക് വീണാലും നമുക്കത് പ്രശ്നം എന്നറിയോ, വീഴുവാ നമുക്ക് എടുത്ത് ചാടാനൊക്കത്തില്ല. ഇതിപ്പുറത്ത് ഇത് കാലിൽ ലോക്കല്ലേ, കാലിങ്ങനെ ലോക്ക് ഇട്ടേക്കത്തില്ല. നമ്മള് വീണ് നമ്മൾ തൂങ്ങി ഇങ്ങനെ ഡോണാണ് ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് അരിയാട്ടിക്കൊണ്ടിരിക്കണേ. അതിലും ദുരന്തമാണ്. നമസ്കാരം എല്ലാവർക്കും. എല്ലാവരുടെയും വരും പോലെ തന്നെയാണ്, പക്ഷെ ഇതിൽ കുറച്ചുകൂടി വലിയ പടമാണ്, ബിഗ് മൂവി. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഞാനും വേറെ 2-3 ക്യാരക്ടേഴ്സ് ആയിരിക്കും ആ സ്ട്രെച്ചിൽ നിൽക്കുന്നത്. പല രീതിയിലും വലുതാണ്. മണി വൈസ് എല്ലാ ലെവലിലും ബിഗ് മൂവി, നോട്ട് ലൈക്ക് 1 or 2, ഇറ്റ്സ് എ 3. ചേട്ടാ, ഡ്രാഗൺ പൈലി എന്നുള്ള ഒരു ക്യാരക്ടർ ഭയങ്കര ഐക്കോണിക് ആയിട്ടൊരു ക്യാരക്ടർ ആണല്ലോ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം കുട്ടൂസനും ഡാഗിനിയും അല്ലെങ്കിൽ രാജുവും രാധയും ഇവരുടെയൊക്കെ ആ ഒരു കൂട്ടുകെട്ടുണ്ടല്ലോ, അത് ഭയങ്കര ഹിറ്റ് ആണല്ലോ. അപ്പൊ ഡ്രാഗൺ പൈലി എത്രത്തോളം പ്രിയപ്പെട്ടതാണ് ചേട്ടന്? ഡ്രാഗൺ പൈലി ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടത് എനിക്ക് തന്നെയാണ്. ഉത്തരം പറ. അതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കോമ്പിനേഷൻ സിനിമയിൽ നന്നായിട്ട് പോയിട്ടുണ്ട്, ഞങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹം നമ്മുടെ കൂടെ വളരെ എന്താണ് സ്നേഹമായിട്ട് ആയിരുന്നെല്ലാം നമ്മളിവിടെ നമുക്ക് ധൈര്യമായിട്ട് എന്ത് അങ്ങോട്ട് സംസാരിക്കാം. അത് നമുക്ക് നല്ലതാണെങ്കിൽ നമ്മളാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. ഞങ്ങൾ ആ ടീമിൽ തന്നെ ഞങ്ങളായിരുന്നു അങ്ങോട്ട് കോമ്പിനേഷൻ നല്ലതായിരുന്നു. അല്ലല്ല ഞാൻ പറഞ്ഞത്, പിന്നെ ഒരു സീനൊക്കെ കൊണ്ടുവന്നാൽ തന്നെ അദ്ദേഹം അത് നോക്കിയിട്ട് ഞങ്ങളെ 3 പേരെ വിളിച്ചിട്ട് ഇങ്ങനെ നോക്കല്ലേ, 3 പേരെയും വിളിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നീ അത് ചെയ്യുന്ന വെച്ചിട്ട് പുള്ളി ആ സ്ക്രിപ്റ്റ് ഒന്ന് പൊളിക്കും, ഒന്ന് അതിൻ്റെ റൂട്ട് ഒന്ന് മാറ്റി പുള്ളിയുടെ ഒരു മൈൻഡിലാക്കി എടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ പിന്നെ ചിന്തിക്കുന്ന ലെവലല്ല പിന്നെ പുള്ളിയുടെ പെർഫോമൻസ്. പിന്നെ നമ്മൾ കൂടെ നിൽക്കണം, കൂടെ നിന്നില്ലെങ്കിൽ ഇത് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുള്ളൂ. ഞാനും പുള്ളിയും പിന്നെ 2-3 നമ്മുടെ 2-3 പിള്ളേരും കൂടെ നമ്മൾ സെറ്റ് ചെയ്തു, സീക്വൻസ് സെറ്റ് ചെയ്തിട്ട് മനസ്സിനൊത്തതാക്കും. ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഞങ്ങളങ്ങോട്ട് ചെയ്യണേ, ഞങ്ങളുടെ മനസ്സിലുള്ളത് പോലെ ആക്കുക ആ സീൻ. എന്നിട്ടാണ് പുള്ളി ചെയ്യുന്നത്. അപ്പം ഭയങ്കര ഫീലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ നന്നായി. ഞാൻ ഈ ഗ്രൂപ്പ് ഇല്ലാത്തതുകൊണ്ട് പറയാണ്, ഡൂഡ് വേറെ ലെവലായി പടത്തെ. ഡൂഡും എനിക്കിട്ട് ഇതില് ഇവരുടെ ഗ്യാങ്ങിന്റെ പെർഫോമൻസ് നേരിട്ട് കണ്ട ആളാണ്. അത് ഗംഭീരമാന്ന് തന്നെ പറയാം. ഡൂഡ് പൊളിച്ചടിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഈ ഒരു സിനിമ എന്ന് പറയുമ്പോൾ പല പല ഗ്യാങ്ങുകളാണല്ലോ. ഇപ്പോൾ പോലീസുകാരുടെ ഒരു ഗ്യാങ്, പിന്നെ സാത്താൻ സേവറിന്റെ ഒരു ഗ്യാങ്, ഡ്യൂഡിന്റെ ഗ്യാങ്. ഇപ്പൊ ഈ ഗ്യാങ്ങുകളെല്ലാം വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ വട്ടം സ്കോർ ചെയ്തേക്കുന്നത് ഡ്യൂഡും ഗ്യാങ്ങും ആയിരിക്കും. അല്ല, അങ്ങനല്ലേ പറഞ്ഞത്, ഇവനാണ് കണക്ട് ചെയ്യണം ഈ പടം മൊത്തം.
മൊത്തം കീ ക്യാരക്ടർ, പടത്തിലെ കീ ക്യാരക്ടർ ശരിക്കും കഞ്ചാവ് സോമനാണ്. കഞ്ചാവ്. അല്ല ഡൂഡ് പടത്തിലെ മെയിൻ കീ ക്യാരക്ടർ എന്തൊക്കെ പറഞ്ഞില്ല, 1-ലും 2-ലും 3-ലും കീ ക്യാരക്ടർ ഇവൻ തന്നെ. ഡൂഡുമായിട്ട് എനിക്ക് ഒരു കണക്ഷൻ ഉണ്ട്. ഞങ്ങൾക്ക് ഒരു സ്വന്തമായിട്ട് ഗ്യാങ് ഉണ്ട്. വേറെ എന്നാൽ പോലും വെരി പേഴ്സണലി അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ക്യാരക്ടേഴ്സ്. ഓക്കെ. ഇപ്പൊ ഈ സിനിമ പുള്ളിയാണല്ലോ ശരിക്കും അറിയില്ലപ്പാ, പുള്ളിയാണ് പടത്തിന്റെ കീ ക്യാരക്ടർ. അല്ല എന്താ കാര്യം, ഈ കണക്ട് ചെയ്യാനുണ്ടല്ലോ വിഷയങ്ങൾ. 6 ഗ്യാങ് ഉണ്ട്. ആ. 6 ഗ്യാങ് ഒരു ഗ്രൂപ്പ് ലീഡർ ഉണ്ട് 6 ഗ്യാങ്ങിനും. പക്ഷെ ഈ ലീഡർമാരുണ്ടെങ്കിൽ തന്നെ അതിന്റെ പാരലായിട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് പടത്തിൽ. എല്ലാവരും ചെയ്തിട്ടുണ്ട്, അല്ലാതെ ലീഡർമാർ മാത്രമല്ല, എല്ലാവരും ചെയ്തിട്ടുണ്ട്. അതായത് എത്ര ഗ്യാങ് ഉണ്ടെന്ന് അറിയും പടത്തിൽ. കുറെ ഗ്യാങ് ആ ഉണ്ട്. ഗ്യാങ് ഈ ഗ്യാങ് ഒരാൾക്ക് 5 മിനിറ്റ് വെച്ച് ഡയലോഗ് കൊടുത്താലും 3.5 മണിക്കൂറുണ്ട് പടം. അല്ല ഇത്ര അത്രയ്ക്ക് ആർട്ടിസ്റ്റിലുണ്ട്. അല്ല ഒരുപാട് ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ ഈ ഡയലോഗ്സ് എല്ലാവർക്കും ഒരേപോലെ പോകുമോ, അല്ലെ പെർഫോം ചെയ്യാൻ ഒരു ക്യാരക്ടറിന് എത്രത്തോളം സ്പേസ് കിട്ടും എന്നുള്ളൊരു വലിയ ചലഞ്ച് ആണല്ലോ. അതാണ് റൈറ്റർ മിടുക്ക്. അദ്ദേഹം അത് എല്ലാവർക്കും ഒപ്പത്തിനൊപ്പം റെഡിയായി, ആരും താഴെ പോകാതെ നല്ല ലെവലായിട്ടുള്ള സംഭവം ചെയ്തിട്ടുണ്ടല്ലേ. ഓൾറെഡി കുറെ ഉണ്ടായിരുന്നു. പിന്നെ സ്പോട്ടിൽ വന്നിട്ട് ഞങ്ങൾ കൂടുതൽ അല്ലേ അങ്ങനെയല്ല ഇംപ്രൂവൈസ് ചെയ്ത് കുറെ സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇംപ്രൂവൈസ് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഇതിന്റെ ഉണ്ടായിരുന്നു. സംഭവം എന്ന് പറഞ്ഞാൽ ഓരോ ഗ്യാങ്ങും മത്സരം. എനിക്ക് മാത്രം എന്നുള്ളൊരു സിറ്റുവേഷൻ ഇല്ല ഈ പടത്തിൽ. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ പടത്തിൽ. ഞങ്ങൾ തമ്മിലല്ല ഇപ്പൊ ഇരിക്കുന്നത്. അതുകൊണ്ട് നീ അത് പറഞ്ഞാൽ മത്സരിച്ച് ഇതിന് വേണ്ടി ഒന്നുമില്ല, എനിക്ക് വേണ്ടി ഒന്നുമില്ല, ഇതിന് വേണ്ടി ആർക്കും വേണ്ടി ഒന്നുമില്ല. പക്ഷെ പൊളിയാ. ചില ഡയലോഗ് ചില ആൾക്കാർ പറഞ്ഞ രസമായിരിക്കും ക്യാരക്ടറിന്റെ സ്വഭാവം വെച്ച് അവര് പറയാൻ പറയും. അല്ല ഞാൻ തന്നെ പറയണ്ടായിരിക്കും ചിലപ്പോ. അങ്ങനെ ഇന്ന ആൾക്ക് എന്നുള്ളതില്ല. ഇല്ല, ഞങ്ങൾ ആ sequence ആണ് workout ചെയ്യണത്. ഇപ്പൊ ഇത് ഇപ്പൊ കഞ്ചാവ് സോമൻ ഒരു ഡയലോഗ് ഉണ്ട്, അവര് ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോ അത് ഇപ്പൊ ഈ ആക്ടർ പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ നല്ലതായിരിക്കും ബിജുക്കുട്ടിയുടെ ക്യാരക്ടർ സ്വഭാവം വെച്ച് പറഞ്ഞാ അപ്പൊ ഇത് അങ്ങ് അത് കൊടുക്കും. നമ്മള് നീ പറയണം അതായത് രസമല്ലേ. അങ്ങനെയാണ്. അപ്പൊ അത് അവൻ പറയുമ്പോഴാണ് കാര്യം അവനൊരു കുറച്ചും കൂടെ കുറെ നാളായില്ലേ, 8-10 കൊല്ലം ഒരുമിച്ച് അൾട്ടിമേറ്റ് ആയിട്ടുള്ള നമ്മുടെ റിസൾട്ട് എന്നുള്ള സിനിമ അൾട്ടിമേറ്റ് സിനിമയാണ്. നമ്മളെന്നാണെന്നുള്ളതല്ല സിനിമ ഇൻഡിവിജ്വൽസ് ഇല്ല ഈ പടത്തില്. ചേട്ടൻ ഈ ഒരു യൂണിവേഴ്സിലേക്ക് ഇപ്പോഴല്ലേ ഇന്നാവുന്നത്. അതെ അതെ, അതാ ഞാൻ അന്യഗ്രഹ ജീവിയിൽ മാറിയിരിക്കണം. ഞങ്ങൾ പിടിച്ചു, പക്ഷെ ഞാൻ കേട്ടില്ല നമ്മള്. ഈ ഒരു യൂണിവേഴ്സിന്റെ ഓളത്തിലേക്ക് എത്തിയോ? അടുത്ത ആട് ഫോറിന്റെ അവനാണ് കഥ. ട്രെയിലർ കണ്ടില്ലേ? കണ്ടു. ട്രെയിലറിനകത്ത് ഫോറെന്ന് പക്ഷേ അതൊക്കെ ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് ഓരോ വിഷയങ്ങൾ. കട്ടേണോ? വേണ്ട 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 കട്ടേണ്ട. ചേട്ടൻ പറയട്ടെ. 2 പടം. ആട് 1ഉം 2ഉം വേറൊരു പടം, ആട് 3ഉം 4ഉം വേറെ പടം. അതിന്റെ പാർട്ട് 1 ആണ് ഈ വരുന്നത്. വെരി ഗുഡ്. വെരി കൂടുന്ന എന്നോടാ. വെരി കൂടുന്ന എന്നോടാ. താങ്ക് യു ചേട്ടാ. എനിക്ക് ആ നോളജ് ഉണ്ടായില്ല, തന്നതിന് വളരെ നന്ദി. ഓക്കെ. ഈ സിനിമയിൽ ഓരോ ക്യാരക്ടേഴ്സിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുള്ള സിനിമയാണല്ലോ. അപ്പം ഈ യൂണിവേഴ്സിലേക്ക് ഇന്നാവുമ്പോ ആ ക്യാരക്ടറിനെ എങ്ങനെ ചേട്ടൻ ചേർന്നു? അല്ല, ഞാൻ അതേ പറഞ്ഞ ഈ സിനിമയിലെ ഓരോ ക്യാരക്ടേഴ്സിനെയും നമ്മൾ അത്ര സ്നേഹിച്ചിട്ട് ഇതിന്റെ 3 ഇറങ്ങുമ്പം സാധാരണ പ്രേക്ഷകനെ പോലെ കാണാമെന്നുള്ള എക്സൈറ്റ്മെന്റിൽ ഇരുന്ന ആളാണ് ഞാൻ. ആ സമയത്ത് ലോട്ടറി അടിച്ച പോലെയാണ് ഈ ഒരു ടീമിലേക്ക് എത്തിപ്പെടാൻ പറ്റിയത്. അതന്നെ വലിയ സന്തോഷം, വലിയ ഭാഗ്യമായി കരുതുകയാണ്. ഈ സിനിമയിലെ ഗ്യാങ്ങിനെ ശ്രദ്ധിച്ചറിയാം. കാര്യം ഇവർ രക്ഷപ്പെടാൻ വേണ്ടി, ഇവർ കോടികൾ ഉണ്ടാക്കാൻ വേണ്ടി, അടുത്ത ഗ്യാങ് രക്ഷപ്പെടാൻ കോടികൾ ഉണ്ടാക്കണം. ഇതിനകത്ത് പൈസയുള്ള ജോലിക്കാർ ഞങ്ങളാണ്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ. ബാക്കി എല്ലാവരും ജോലി പൈസക്ക് വേണ്ടി എങ്ങനെ രക്ഷപ്പെടാൻ എല്ലാം മണ്ടന്മാരാണ്ട, അത് ഞാൻ പറയാം. പടം മൊത്തം മണ്ടന്മാരുടെ ഒരു മനുഷ്യനില്ല. പ്രൊഡ്യൂസർ കുറച്ചധികം ബുദ്ധിയാണല്ലോ അങ്ങനെയാണ്. സാത്താൻ സേവന് ബുദ്ധി ഉണ്ട്, പക്ഷെ അത് ഓവറാ. ഓവർ അതാണ് അയാളുടെ മണ്ടത്തരം. അത് അയാളെ മണ്ടനാക്കുന്നത്. കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധി എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നത് സാത്താൻ സേവ. ഓവർ, അതാണ് അയാളുടെ മണ്ടത്തരം എന്ന് പറയുന്നത്. ന്യൂട്രലായിട്ട് ബുദ്ധിയുള്ള ഒരു മനുഷ്യല്ല. ഒന്നും പിന്നെ നമുക്ക് പോലീസുകാർക്ക് എന്തെങ്കിലും സണ്ണിയുടെ റോളാണ് ശരിക്കും കൂടി ഇന്റലിജന്റ് ആയിട്ടുള്ള റോള് ശരിക്കും. ഞാനും പക്ഷെ അത് എക്സിക്യൂട്ടീവ് ഞങ്ങളല്ലേ. ഇവരാണ്. ഇപ്പം ചേട്ടനെ സംബന്ധിച്ച് ഈ പോലീസ് ക്യാരക്ടേഴ്സ് ഒക്കെ എന്തായാലും ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടല്ലോ ചില സിനിമകളിലൊക്കെ വരുമ്പോൾ. ഇപ്പോൾ ചേട്ടനെ ഞാൻ നേരത്തെ നമ്മളിങ്ങനെ പുറത്ത് സംസാരിച്ച സമയത്ത് എല്ലാവരും പറയുന്നുണ്ട്, നോബി ചേട്ടൻ അങ്ങനെ ശരിക്കും ശരീരമാണെങ്കിൽ ഇങ്ങനെ ഒരു പണിയെടുക്കാനായിട്ട് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. പക്ഷെ ഇങ്ങനെ അങ്ങനെ ഒരു സാധനം അപ്പൊ ഈ പോലീസ് വേഷമൊക്കെ നമുക്ക് ശരിക്കും റിയൽ ലൈഫിൽ കുറച്ച് പാടായിരിക്കുമല്ലോ. അങ്ങനെയുള്ള വേഷങ്ങൾ നമ്മൾ സിനിമയിൽ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ എങ്ങനെ? അല്ല, ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ മാർഷൽ ആർട്സിലായിരുന്നല്ലോ, കരാട്ടെ ആയിരുന്നു ഞാൻ.
അറിയില്ല അത് അയ്യോ അതറിയില്ല. കരാട്ടെ ഞാന് ബ്ലാക്ക് ബെൽറ്റ് ആയിരുന്നു. ബ്ലാക്ക് ബെൽറ്റ് ആയിരുന്നു. പക്ഷെ ബെൽറ്റ് കെട്ടാൻ മറ്റേ നിർത്തിക്കളഞ്ഞ അവസാനം ബെൽറ്റ് പൊട്ടിപ്പോയി. ഇപ്പൊ വൈറ്റ് ബെൽറ്റ് എത്തുന്നില്ല ബെൽറ്റ് എത്തിയില്ല. ബെൽറ്റ് പിന്നെ 2 എണ്ണം കിട്ടേണ്ടത്. അപ്പൊ 2 ബ്ലാക്ക് ബെൽറ്റ് ഒരുമിച്ച് കിട്ടിയത്. ഡബിൾ ബ്ലാക്ക്. ഡബിൾ ബ്ലാക്ക്. നമ്മുടെ ഈ സിനിമ ശരിക്കും 2 കാലഘട്ടമാണല്ലോ കാണിക്കുന്നത്. ഒരു ഹിസ്റ്ററി ആയിട്ടുള്ള ഒരു ഫേസ് ഉണ്ട്, പിന്നെ ശരിക്കുമുള്ള ഈ വിന്നേഴ്സ് ക്ലബിന്റെ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നത് നിങ്ങളെല്ലാം. ഞങ്ങളുടെ ബന്ധമൊന്നുമില്ല, ഞങ്ങൾ അങ്ങോട്ട് മൈൻഡ് ചെയ്യാറില്ല. അവര് കച്ചറയാണ്. കച്ചറ ഞങ്ങൾക്ക് ഇഷ്ടമല്ല അവരെ. ഇഷ്ടമല്ല. അന്ന് നിങ്ങളുടെ ടീമിന്റെ കഥയൊക്കെ ആണല്ലോ നമ്മൾ ഇപ്പോഴത്തെ ഒരു പ്രസന്റ് ലൈഫ് നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ. ഈ 2 കാലഘട്ടം ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു ചലഞ്ച് എന്തായിരിക്കും ശരിക്കും? അത് പ്രൊഡ്യൂസറിന്റെ അടുത്തും ചോദിക്കണം, ഡയറക്ടറിന്റെ അടുത്തും ചോദിക്കണം. ഞങ്ങൾ നമുക്ക് ചലഞ്ച് ഒന്നും ഇല്ലായിരുന്നു, കാരണം നമ്മൾ ഈ കഥാപാത്രമൊക്കെ നേരെ ചെയ്തതല്ലേ. പിന്നെ പഴയ കാലഘട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മേക്കപ്പ് കൂടുതൽ ചെയ്യണം. പിന്നെ ഡയലോഗ് ഒക്കെ കുറച്ച് കുറച്ച് നേരത്തെ വന്നു. നേരത്തെ വരണം. നേരത്തെ വന്നിരിക്കണം. കഴിഞ്ഞപ്പെടുത്ത് പോകാൻ പറ്റും, ഇതൊക്കെ പറിച്ച് അതാണ് അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾക്കൊന്നും കുഴപ്പമില്ല. സെയിം ക്യാരക്ടർ തന്നെ. ഡ്രസ്സൊക്കെ ഇട്ട് കുറെ നേരം പിന്നെ ഇതൊക്കെ ഒയ്യോ. ഇതൊക്കെ ഡ്രസ്സിന്റെ കിലോ 15 കിലോ ആയിരുന്നു അണ്ണന്റെ കോട്ട്. ഗെറ്റപ്പ് ഒക്കെ ഭയങ്കര കുറെ സംഭവങ്ങളൊക്കെ ഇല്ലേ? ഇരിക്കാൻ പറ്റില്ല, കസേര ഇരിക്കാൻ പറ്റില്ലല്ലോ. കിടക്കാനൊക്കത്തില്ല. ഇരിക്കാൻ അണ്ണ പറ്റില്ല. കിരീടം അത്ര ഇല്ലായിരുന്നു, കിരീടം. മുണ്ടണ്ട അർത്ഥം പറയാം. കുതിര കുറച്ച് കാശും കൂടി കിട്ടാൻ. പിന്നെ കുതിരപ്പുറത്ത് സവാരികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പഠിച്ചു. അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ നമുക്ക് അറിയാമായിരുന്നില്ല. ഞങ്ങൾ വീട്ടിലൊക്കെ കുതിരയാണേ പരിപാടി. നമ്മള് വിചാരിക്കണ പോലെ പരിപാടി കണക്കില്ല. കുതിരയാണേ. കുതിരയുടെ പുറത്ത് കയറി ഇരുന്നിട്ട് ഇതൊക്കെ ഇപ്പൊ എന്താ സമയം കുതിര ഇങ്ങനെ നടന്നുകൊണ്ട് കുതിര ഇതിങ്ങനെ 4 കാലിലോട്ട് ഇങ്ങനെ വീണു പോണേ. അപ്പൊ ഞാനൊരു സീക്വൻസ് ഷൂട്ട് ചെയ്യണം ഒരു പാലത്തില്. പടത്തിലെ മെയിൻ സീക്വൻസാ. അപ്പൊ ഞാൻ മുമ്പിൽ ഇങ്ങനെ വരുന്നുണ്ട്, എല്ലാരും ഉണ്ട്. പെട്ടെന്ന് കുതിര ഇങ്ങനെ ഒരുമാതിരി തവള പോലെ ഇരിക്കണം. മനസ്സിലായില്ല? അതാണ് കുതിര ഇങ്ങനെ തവള പോലെ അങ്ങനെയാണ് പരന്നു പോണേ കുതിര. ഭയങ്കര പാടുള്ള പരിപാടിയല്ലേ ഹോഴ്സ് റൈഡിങ് പഠിക്കുക എന്നുള്ളത്? കുഞ്ഞ് പേരെന്താപ്പാ? ചൈതന്യ. എന്താപ്പാ? ചൈതന്യ. ചതിന് കുതിരയുടെ പുറത്ത് കയറിയിട്ടുണ്ടോ? ഇല്ല. ഒറ്റ കയറ്റലും മതിയാവും. അതാണ് കുതിര. എന്റെ ദൈവം, ഞാൻ ലോകത്തെ ഏറ്റവും കൂടുതൽ ദൈവത്തിനെ വിളിച്ച് അഭിനയിച്ചൊരു പടമാണത്. വല്ല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് സെറ്റിൽ, അതൊക്കെ വേറെ കാര്യം. പക്ഷെ പേടിച്ചിട്ടേ വീണാ തീർന്ന് അത്രേ ഉള്ളൂ. ഒടിഞ്ഞ് ഇത് വീണാൽ നമുക്ക് പ്രശ്നം എന്നറിയോ? വീഴുവാന്ന് നമുക്ക് എടുത്ത് ചാടാനൊക്കത്തില്ല ഈ കുതിരപ്പുറത്ത്. ഇത് കാല് ലോക്കല്ലേ? കാലിങ്ങനെ ലോക്ക് ഇട്ടേക്കത്തില്ല. നമ്മള് വീണ് നമ്മൾ തൂങ്ങി ഇങ്ങനെ കാലയടിച്ച് തൂങ്ങി പോകത്തതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്ന് കയറി നോക്കാം കുതിരപ്പുറത്ത്. അപ്പൊ അറിയാ പണി. അമ്മോ കുതിര കയറും മുമ്പ് കുതിരക്ക് 2 ബിസ്ക്കറ്റ്. അല്ല അത് ഞാൻ കുറെ കൊടുക്കും. ഓരോ കുതിരനെ ഓരോ പ്രാവശ്യം പ്രേമിച്ചു കൊണ്ടുവരും. അപ്പത്തേക്കും കുതിര മാറും. പിന്നെയും പ്രേമിക്കും, പിന്നെയും കുതിര മാറും. പിന്നെയും പ്രേമിക്കും, കുതിര മാറും. അത് എളുപ്പം ചെയ്യുമായിരുന്നു. ചില കുതിരക്ക് ബിസ്ക്കറ്റ് ഇഷ്ടം, ചില കുതിരക്ക് കപ്പലണ്ടി മിഠായി, ചില കുതിരക്ക് ബിസ്ക്കറ്റ്. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം. അപ്പൊ ബിസ്ക്കറ്റ് കൊടുത്ത കുതിരയല്ല പിന്നെ കാണാനില്ല. അതൊരു ഭയങ്കര പണി. ഒന്ന് കയറി നോക്കാം, അപ്പൊ അറിയാം കുതിര പുറത്ത് കയറിയാൽ. ഞാൻ പക്ഷെ കുറച്ചുകൂടി ചെറിയ ഇന്ത്യൻ കുതിരയിലാണ് കയറിയത്. ഇതൊക്കെ കയറിയത് ഫോറിൻ കുതിര. ചാടിയിട്ട് പറഞ്ഞു കൊടുക്കുക. സ്ലോ മോഷനിലോട്ട് എത്തിയത് കുറെ സമയം എടുത്ത്. പൊക്കമല്ല കുതിരക്ക്, ചാടിയിട്ട് താഴെ എത്തുന്നില്ല, കുറെ സമയം എടുത്ത്. ചാടിയപ്പോ ഒക്കയിലോട്ട് ചാടുന്ന പോലെ ചാടി. പക്ഷേ ഇങ്ങനെ കുതിര ഇങ്ങനെ കൊണ്ട് നിർത്തിട്ട് ഇങ്ങനെ അങ്ങനെ ചാടണം. മനസ്സിലായോ? കുതിര ഇങ്ങനെ കൊണ്ടു നമ്മളിങ്ങനെ നിർത്തിയിട്ട് ലോകത്തിലെ ദൈവം എന്തൊക്കെ ഉണ്ട് അപ്പൊ എല്ലാ ദൈവത്തിനും വിളിക്കും. ചാടി ഒരു ഡയലോഗുണ്ട്. ഡയലോഗ് പറഞ്ഞു അതൊക്കെ ഉണ്ട്. അപ്പൊ അത് അല്ലെങ്കിൽ ഷോർട്ട് കെട്ടി കഴിഞ്ഞാൽ പിന്നെ എത്ര ദൂരം ഓടിച്ചു വരണ്ടേ? അതൊരു പാടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ ഈ ഹിസ്റ്ററി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ആയോധന കലകളൊക്കെ പഠിക്കാം. പടവെട്ടൊക്കെ നോബി കുതിര കയറിയില്ല, ദിവസം കയറിയുള്ളൂ. പിന്നെ കുതിര പോയി, കുതിര വളഞ്ഞു പോയി. ഒരു കുതിര ഇങ്ങനെ ഇപ്പോഴും ആ കുതിര കുതിര കൊണ്ടുവന്നില്ലല്ലോ. ആ കുതിര നടു യൂഷപ്പുള്ള കുതിര ഉണ്ട് ചെന്നൈ. കുതിര കണ്ട കറക്റ്റ് ചന്ദ്രകലയുടെ കുതിര ഓടി. ഞങ്ങളുടെ ഷൂട്ടിംഗ് നോബി കുതിര പുറത്ത് കയറിയതാ. പിന്നെ ആ കുതിര ഇതുവരെ വന്നിട്ടില്ല ലൊക്കേഷനിലോട്ട്. ഇപ്പോഴും ചെന്നൈ കുതിര പോകും. അത് നോബി കയറിയ കുതിര. അതിന്റെ പേര് നോബിന്ന്. ആ കുതിരയുടെ പേര് അവര് നോബിന്ന് വിട്ട് ആ കുതിരക്ക്. അല്ല, ഒരു കനേഡിയൻ ലേഡി നമ്മുടെ ഇതിനകത്ത് വില്ലത്തിയായിട്ട് വരുന്നുണ്ടല്ലോ. അവരുമായിട്ടൊക്കെ കോപ്പറേറ്റ് ചെയ്ത് അവരെങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഒരു യൂണിവേഴ്സിലേക്ക്? അല്ല, ഞാൻ അവരുടെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അവര് നമ്മുടെ സിനിമയുടെ ഷൂട്ടിങ്ങിന് വന്ന സമയത്ത് ആ ലേഡിയുടെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. മിഥുൻ ചേട്ടനും ഒക്കെ ആയിട്ട് വന്നിട്ട്. അവര്
ഫൈറ്റ് കാര്യങ്ങൾ Fight ഒക്കെ അങ്ങനെയുള്ള ചെയ്തു നന്നായിട്ട്. ഞങ്ങള് ഭയങ്കര action ആണ്. ഭയങ്കര action. ഭയങ്കരമാണ്. ഞാനില്ലട്ടോ, ഞാൻ ഓടി വന്ന് ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് രണ്ട് scene ഉണ്ട് അവരോട്. അല്ലേ? നിങ്ങൾക്ക് ഉണ്ടാവും. ഞങ്ങൾക്ക് 2 scene ഉണ്ട്. എനിക്കില്ല. ഈ ആശയവിനിമയമായിരുന്നു അവിടെ ഒരു പ്രശ്നം ബാക്കിയുള്ളവർക്ക് ഇത് കേട്ടോ അതാ ഞാൻ ചോദിക്കുന്നത്. ആശയവിനിമയമായിരുന്നു അവരുമായിട്ടൊരു പ്രശ്നം ബാക്കിയുള്ള ആ ആൾക്കാർ. നിർമ്മലൊക്കെ 3 മണിക്കൂറാണ് അവരായിട്ട് സംസാരിച്ചത്. പിന്നെ ഇംഗ്ലീഷ് പഠിച്ച് ഫ്രഞ്ചും പഠിച്ചു പുള്ളി. എനിക്ക് ഓള് ഫ്രഞ്ചുകാരിയെ കണ്ടതാ. കനേഡിയൻ ഫ്രഞ്ച് പഠിച്ചിപ്പോ. ആ അങ്ങനെ ഫ്രഞ്ച് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഫ്രഞ്ച് പഠിച്ചെന്നാ പറഞ്ഞു ഞാൻ. ഫ്രഞ്ച് പഠിച്ച് പുള്ളി സ്കൂൾ അവിടുന്ന് വന്ന് എവിടുന്ന് കോഴിക്കോട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുള്ളാണ് അറിയണത്. ഏതാ അവള് കനേഡിയൻ. പറയുന്നത് കേട്ടോ മിണ്ടായിരുന്നിട്ട് ഫ്രഞ്ച് പഠിച്ചെന്നാ പറഞ്ഞത്, ഞാൻ തെറ്റിദ്ധരിച്ചു പോയെന്ന്. പുള്ളി കോഴിക്കോടുകാരൻ. ഫ്രഞ്ച് അറിയാലോ ഇവർക്ക്. ഫ്രഞ്ച് കോളനിയാണല്ലോ മാഹിയിലെ. അതെ അതെ. അതും അറിയൂലേ? പോക്കറ്റിൽ എപ്പോഴും കാണും ഫ്രഞ്ച് ഫ്രൈസ്. എപ്പോഴും ഉണ്ടാവും ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ട് പുള്ളി നടക്കുള്ളൂ. ഒരു പ്ലേറ്റ് ഫ്രഞ്ച് ഫ്രൈസ് എപ്പോഴും ഉണ്ടാവും. ഓക്കെ, ഇപ്പം ഡ്യൂഡ് എന്നുള്ള ക്യാരക്ടറിന് ഭയങ്കര ഹിറ്റായിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ബ്ലഡി ഗ്രാമവാസീസ് എന്നുള്ളതാണെങ്കിലും അല്ലെങ്കിൽ മറ്റേ പേസി പാത്രം വിളക്കിയിട്ട് ചുമ്മാ പേസി പാത്രം വിളക്കിയിട്ട് ഇതൊക്കെ ഇപ്പോഴും ഇങ്ങനെ ഭയങ്കര ട്രെൻഡ് ആയിട്ടിരിക്കുന്നുണ്ടല്ലോ. അന്ന് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഇതുപോലത്തെ ഡയലോഗ് ഷൂട്ട് ചെയ്ത് അതൊക്കെ അപ്പൊ അങ്ങനെ അങ്ങനെ അങ്ങോട്ട് വന്നതല്ലേ. വന്നെയാണ് അത് അത് അങ്ങ് വന്ന് പുള്ളിയുടെ അത് ഒറ്റടിയാണ്. അപ്പൊ പുള്ളി പറയേണ്ടത് ചേട്ടാ വെട്ടി വിട്ട പോലെ നമുക്ക് അങ്ങോട്ട് വീഴാന്ന് സെക്കൻഡിൽ കേട്ടോ. അതൊക്കെ എനിക്ക് ഇന്നും ഭയങ്കരമായിട്ട് ഒറ്റടിക്ക് എല്ലാരും കൂടി പടാന്ന് പറഞ്ഞ വീടും. പിന്നെ കോൾ മീ ഡൂഡ്, പീപ്പിൾ കോളിംഗ് മീ ഡൂഡ്, അങ്ങനെ അതൊക്കെ ഭയങ്കര സംഭവിക്കുന്നതാണ് അത്. ഇതുപോലെ അപ്പൊ നമുക്ക് ത്രീയിലും പ്രതീക്ഷിക്കാമോ കുറച്ച് സ്വാഗ് ആയിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ? ഡാഡി ഡാഡി ഡെൽമയുടെ കൊച്ചി കൊച്ചി മിഥുന്റെ ഉണ്ടാ ഡയലോഗ്. ഓക്കെ, ഇപ്പൊ ചേട്ടാ സാഗരയിലെ ജാക്കി, ബാച്ചിലർ പാർട്ടി ഇങ്ങനെയൊക്കെയുള്ള സിനിമകളിൽ ചേട്ടന്റെ ഒരു സ്വാഗ് ഉണ്ട്, അല്ലെങ്കിൽ ഈ സിനിമയിലൊരു സ്വാഗ് ഉണ്ട്. ഈ സ്വാഗ് ചേട്ടൻ തന്നെ ശരിക്കും ഇതിനെ ഒന്ന് പൊളിച്ചെഴുതി എടുക്കുന്നതാണോ അതോ ക്യാരക്ടേഴ്സ് അങ്ങനെ തന്നെ ആയിരിക്കും എഴുതി വെച്ചിരിക്കുന്നത്? വാങ്ങുന്ന കാശിനോട് കൃത്യമായിട്ടുള്ള ജോലി ചെയ്ത് കൊടുക്കുന്ന അത്രേ ഉള്ളൂ. ഓക്കെ, വിനായകന്റെ സ്പെഷ്യൽ സ്റ്റൈൽ ഉണ്ടാവും എല്ലാ ക്യാരക്ടറിലും. തൊട്ടപ്പനാണെങ്കിലും ഉണ്ടാകും, മായു ആണെങ്കിലും ഉണ്ടാകും. സ്റ്റൈൽ വിനായകന്റെ സ്റ്റൈൽ അല്ല, സ്വാഗ് ആവേഡായിട്ടും അതാ എഴുതി വെക്കുന്നതാണോ അതോ ചേട്ടനായിട്ട്? അതാണ് ഞാൻ പറഞ്ഞ കിട്ടുന്ന കാശിന് ജോലി ചെയ്യുക, അടിപൊളിയായിട്ട് ചെയ്യണം. അതിപ്പോ ഇങ്ങനെ നടക്കായിരിക്കും. വാക്കിംഗ് സ്റ്റൈൽ, ഡ്യൂഡിന്റെ വാക്കിംഗ് സ്റ്റൈൽ തന്നെ വേറെ. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ സ്റ്റൈൽ ഇതിനു മുമ്പ്? ഇല്ല, അത് വേറിട്ട് നിൽക്കുകയാണല്ലോ, അതാ ചോദിച്ചത്. ഇതിനു മുമ്പ് ഈ സ്റ്റൈൽ കണ്ടിട്ടുണ്ടില്ലേ? ഇല്ല. ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോയി ഷൂട്ട് ചെയ്യുമ്പോ നോക്കുക. പുടിൻ എന്ന് പറഞ്ഞൊരു പ്രസിഡന്റ് ഉണ്ട് റഷ്യയില്. ആ പുള്ളിനെ കണ്ടാ അറിയാൻ പറ്റും വിനായകനെ എവിടെ നിന്നാണ് ഇത് അടിച്ചു മാറ്റിയത്. മനസ്സിലായ? പുടിൻ ഇങ്ങനെ നടക്കുള്ളൂ. റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇങ്ങനെ നടക്കുള്ളൂ. അതാണ് ഞാനും അങ്ങനെ നടക്കുന്നത് കണ്ടോ. ഈ കഞ്ചാവ് സോമന്റെ ക്യാരക്ടർ ഈ ഒരു സിനിമയിൽ എങ്ങനെ ഇവോൾവ് ചെയ്തു? കഞ്ചാവ് വലിക്കുന്നുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ നദിന്യാഹു നടക്കുന്നതാണ് അതിനകത്ത്. നദിന്യാഹുവിന്റെ കണ്ടോ സൗണ്ടോ ഇവിടുന്ന് സംസാരിക്കുള്ളൂ. നമ്മൾ ഇവിടെ നിന്നാണ് സംസാരിക്കണം. മേൽച്ചുണ്ടാനങ്ങും നദിന്യാഹു ഒന്നും ഒരിക്കലും മേൽച്ചുണ്ടാനങ്ങും ശ്രദ്ധിച്ചോട്ടെ ഇതൊക്കെ കണ്ടോ. ഇവിടുന്ന ക്യാരക്ടേഴ്സ് തന്നെ വരവ് വേണ്ട. ചേട്ടാ പറ, കഞ്ചാവ് സോമന്റെ ഒരു അപ്ഡേറ്റ് എന്താണ് നമുക്ക് ഇതിനകത്തുണ്ടോ? കഞ്ചാവ് സോമൻ എന്നുള്ള ക്യാരക്ടർ ഇതില് ആട് 3 എങ്ങനെയാണ് പ്രസന്റ്? എനിക്കിട്ട് പണി തരാൻ വന്ന് അത് തന്നെ എനിക്കിട്ട് പണി തരാൻ വന്നത്. അധികം പണികളൊക്കെ ഉണ്ടോ നമുക്ക്? അധികം പണികളില്ല. അയാള് സത്യത്തില് ഭയങ്കര സെൽഫിഷ്. എന്താ പറയാത്തത്? താനാണ് കീ ക്യാരക്ടർ. ഞാൻ സെൽഫിഷ് ആണ്. എനിക്കിപ്പോ വിരാജനായാലും സണ്ണി ആയാലും എനിക്ക് എന്റെ കാര്യം. പക്ഷേ കീ ക്യാരക്ടർ ആരാന്ന് അറിയില്ലേ? 1, 2 കണ്ടോ? 1, 2 കീ ക്യാരക്ടർ ആരാ? അതാണ്. 3 പുള്ളിയാണ് കീ ക്യാരക്ടർ. പടത്തിന്റെ കീ ക്യാരക്ടർ. എല്ലാരെയും കണക്ട് ചെയ്തിട്ട് പുള്ളി ഓടങ്ങും. എനിക്കിട്ട് പണിയും തരാൻ വരും.
40-25 കൊല്ലം കൊണ്ട് ഞാൻ ബാങ്കോക്കിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഇപ്പൊ ഇത് കഷ്ടമല്ലേ ശരിക്കും? അരിയാട്ടിക്കൊണ്ടിരിക്കണേ. ഭയങ്കര രാജ്യത്ത് കിടന്നിട്ട് ഭയങ്കര പരിപാടി മൊത്തം ചെയ്തിട്ട് ഇവിടെ അകപ്പെട്ട് അല്ലേ ഈ ബാംഗ്ലൂരിൽ ഡോണേ. കഴിഞ്ഞ ബാങ്കോക്കിൽ ഡൗൺ ആണ് ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് അരിയാട്ടിക്കൊണ്ടിരിക്കണേ. ഹോട്ടലായിരുന്നു, ഇപ്രാവശ്യം അതിലും തിരുവനന്തപുരം. അതിലും ദുരന്തമാണ് പറയത്തില്ല. അതിലും ദുരന്തം കണ്ടാൽ നമുക്ക് വിഷമം ഒരു മനുഷ്യനെ കാണാം. ഭയങ്കര ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെന്ന് തോന്നുന്നു. അന്നത്തെ സ്റ്റൈൽ വേറെയാണ്, അന്നത്തെ സ്റ്റൈൽ വേറെയാണ്. അത് ആൾക്കാരെ ഒരു ഡോണൊക്കെ വന്നിട്ടേ ഇപ്പൊ ഇവിടെ വന്നിട്ട് അരിയാട്ടിക്കൊണ്ടിരിക്കണേ. മനസ്സിലായോ? പൊറോട്ട അടിക്കുന്നു. ഇവിടെ വേറെയാണല്ലേ. ഇവിടെ മിണ്ടത്തില്ല അത്. ഇവിടെ അതിന് പരിതാപകരമാണോ? അയ്യോ അയ്യോ അല്ലല്ല, ഈ പടത്തിലെ നല്ലൊരു സീക്വൻസ് അതാണ്. അത് പറഞ്ഞ പൊളിക്കും, അത് പറയല്ലേ. അതുകൊണ്ട് ദൈവത്തോർത്ത് ക്ലൈമാക്സ് ക്ലൈമാക്സ് എന്ന് പറഞ്ഞ മറ്റേ ഫയറൊക്കെ ഉണ്ടോ? ഉണ്ടപ്പ ഗംഭീര പടം. ഞാൻ പറഞ്ഞില്ലേ വലിയ പടമാണ്, ഇത്രയും വലിയ പടമാണ്. ബിഗ് പ്രൊഡക്ഷനാണ്. ആണല്ലേ? പ്രൊഡക്ഷൻ ഒക്കെ കോസ്റ്റ്യൂം അല്ലേ. കഞ്ചാവ് തോന്നാണ്. ഈ അടുത്ത കാലത്ത് ഇത്രയും പ്രൊഡക്ഷൻ കോസ്റ്റുള്ള ഒരു പടം കണ്ടിട്ടുണ്ടോന്ന് എനിക്ക് പോലും അറിയില്ല. ഞാൻ ഇത്രയും വലിയൊരു പടത്തില് ജയലറാഞ്ഞിട്ട് അഭിനയിച്ചിട്ടുമില്ല. അത്രയും ബിഗ് പ്രൊഡക്ഷനാണ്. എനിക്ക് തന്നെ സങ്കടമായി. കണക്കിട്ടൊക്കെ ഞാൻ പോയാലും രാവിലെ ഒന്നിൽ അഭിനയിച്ച ആൾക്കാരല്ലോ ഇപ്പൊ അഭിനയിക്കുന്നത്. ഓൾ ദി വെരി ബെസ്റ്റ്. സന്തോഷം. പേരെന്താ? ചൈതന്യ. ചൈതന്യമായിട്ട് നിൽക്കട്ടെ. ഇതിന്റെ പേരൊക്കെ മാറി. സ്വാഗ് ചൈതന്യ. ഇപ്പൊ നാളെ